1998 റിലീസായ ഹരികൃഷ്ണൻസ് എന്ന സിനിമ. ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രണവം ആർട്സ് എന്റർടൈൻമെന്റിന് വേണ്ടി മോഹൻലാൽ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്ന ഫാസിലിന്റെ ഹരികൃഷ്ണൻസ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു ഈ ടൈറ്റിൽ. ഈ സിനിമയുടെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണെങ്കിലും അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടിക്കാണ് കുറച്ച് പൊടിക്കെങ്കിലും ഒരു ഹീറോയ്ക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ പറയാൻ കാരണം മോഹൻലാലിന് കുറച്ചുകൂടി കുട്ടികളിയൊക്കെ ചേർന്ന ഒരു ക്യാരക്ടർ ആകുമ്പോൾ മമ്മൂട്ടിക്ക് കുറച്ചുകൂടി മെച്ചൂരിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു കിട്ടിയത്. എങ്കിൽ കൂടി മോഹൻലാൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുകയും നല്ലൊരു സിനിമ ഉണ്ടാക്കുകയും ചെയ്ത് ഒരുമിച്ച് അടിപൊളിയായിട്ട് അഭിനയിച്ച സിനിമയാണ് ഹരികൃഷ്ണൻസ്. ഒരു പെർഫെക്റ്റ് അടയാളപ്പെടുത്തലാണ്. ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ അവർക്ക് മലയാള സിനിമയിൽ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അത് അംഗീകരിച്ചുകൊണ്ട് അവർ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകണം, രണ്ടുപേരും നിലനിൽക്കണമെന്ന് പരസ്പരം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് കരുതിയിരുന്നു, എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഹരികൃഷ്ണൻസ് എന്ന മൂവി. അത് 1998 ഇറങ്ങിയ പടമാണ്. ഇന്ന് 2025 ഇവർ തമ്മിലുള്ള അഭിനയത്തെ കമ്പയർ ചെയ്ത് പരസ്പരം ചെളിവാരി എറിയുന്ന ചില നാറിയ ഫാൻസ് എന്ന വാക്കിന് വിവരമില്ലാത്തവന്മാര് എന്നാണ് അർത്ഥം എന്ന് കാണിച്ചു തന്ന കുറെ നാറികൾ. മമ്മൂട്ടി, മോഹൻലാൽ എന്നീ രണ്ട് നടന്മാര് മലയാള സിനിമയ്ക്ക് വളരെയധികം സംഭാവനകൾ തന്നു കഴിഞ്ഞു. ഇനി അവർ തരുന്നതൊക്കെ ബോണസാണ്. ഇനി അവർ നമ്മളൊപ്പം എത്ര നാൾ ഉണ്ടാവുമെന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും. എന്നാലും യാഥാർത്ഥ്യം പറയണമല്ലോ, നമുക്കറിയില്ല. അവരുള്ളിടത്തോളം കാലം അവരെ സെലിബ്രേറ്റ് ചെയ്യുക എന്നല്ലാതെ ഫാൻസ് എന്നും പറഞ്ഞ് ആരാധന മൂത്ത് വട്ടായി തലയിൽ ബോധമില്ലാത്ത നിനക്കൊക്കെ സുകുമാരി പറഞ്ഞ പോലെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കാമായിരുന്നു.